നമ്മൾ ഡെയിലി കാണുന്ന സംഭവങ്ങളാണ് ഈ മാത്സും ഫിസിക്സും. അതിനോട് എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഒന്നിനോടും തോന്നാത്തൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഈ കോഡിങ്ങിലോട്ട് എനിക്ക് തോന്നി. ഇനി വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ടെക്നോളജി പഠിക്കുമ്പോൾ ക്യൂരിയസ് ആയിട്ടിരിക്കുക, മാക്സിമം ക്യൂരിയസ് ആയി. നമുക്ക് എത്രത്തോളം ഡൗട്ട് വരുന്നു അത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റും ഈ ടെക്നോളജി എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ അകത്ത്. എന്ന് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി നിന്ന് പോകുന്നു, അന്ന് നമ്മൾ ആ ഫീൽഡിൽ നിന്ന് ഔട്ടാവും. അസ്വാൻ കുറേയധികം അവാർഡ്സ് ഇപ്പോൾ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ പ്യുവർ ലിങ്ക് ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള ജേർണി എല്ലാം വെച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് എഴുതിയത്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതത്തെ കുറിച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാത്തതാണ് പ്രശ്നം. ലോണ്ട്രിയും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ റോബോട്ട് ചെയ്യും. ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യണം എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പൊ എന്ത് ചെയ്തു, ചിന്തിക്കാനുള്ള ബുദ്ധിയല്ല, അത് ഞാൻ ചെയ്തോളാം, നീ ആദ്യം പോയി എന്ത് ചെയ്യും, തൂക്കാനും തുടക്കാനും ഒക്കെ ഉള്ള പരിപാടി മനുഷ്യ നീ പോയി ചെയ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഇനി അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണം. ബിയോണ്ട് ദ സിലബസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും ജീവൻ രക്ഷിക്കണം, അതല്ലെങ്കിൽ ജീവൻ നിലനിൽക്കണം എന്നുള്ളത്. അപ്പോൾ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്വന്തമായിട്ട് തുടങ്ങുകയും, അതായത് ഒരു ബ്ലഡ് ബാങ്ക് എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്ന് ആ ബ്ലഡ് ബാങ്കുകളെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള മുഹമ്മദ് അസ്വാൻ സെയ്ദാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അസ്വാനെ സംബന്ധിച്ചിടത്തോളം അസ്വാൻ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ആദ്യം സൗദിയിലായിരുന്നു, പിന്നീട് UAE വന്നു, പിന്നെ അവിടെ നിന്നാണ് കേരളത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അസ്വാനെ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ അസ്വാൻ എന്തായിരിക്കും പറയാം? അപ്പം എൻ്റെ പേര് മുഹമ്മദ് അസ്വാൻ സെയ്ദ്. ഞാൻ പ്യുവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ CEO ആൻഡ് co-founder ആണ്. ഓക്കെ. അതോടൊപ്പം +1 വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ നിജാത്ത് പബ്ലിക് സ്കൂൾ കളമശ്ശേരിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയാണ് അസ്വാൻ സെയ്ദ്. അസ്വാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്യുവർ ലിങ്കിൻ്റെ ഒരു CEO എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ പ്യുവർ ലിങ്ക് എന്നുള്ളൊരു ആശയം, അതല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ്, ശരിക്കും ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാകുക എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റേപ്പിൻ്റെ ഒരു ഹാക്കത്തോൺ ത്രൂ കിട്ടിയ ഒരു ഐഡിയയിൽ നിന്നിട്ടായിരുന്നു. അപ്പം ആ ഒരു ഹാക്കത്തോണിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കോൺസെപ്റ്റ്, അതിനെപ്പറ്റി ഞാൻ അധികം റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്കറിയാൻ കഴിഞ്ഞത് കുറേയധികം പോസിബിലിറ്റീസ് ഉള്ളൊരു മേഖലയാണ് ഒരു ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ സിസ്റ്റം എന്നുള്ളത്. നിലവിൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇല്ലാത്തൊരു സംഭവമാണ് ഒരു ബ്ലഡ് ഡൊണേഷൻ. അധികം ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഇല്ല അതിന് വേണ്ടി. ബ്ലഡ് ഡൊണേഷനെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ബ്ലഡ് ഡോണർ ആവണം, അത് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് കൊടുക്കും, ഇതെങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡിൻ്റെ ആവശ്യമുണ്ട്, അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ കുറേ പ്ലാറ്റ്ഫോംസും പല കാര്യങ്ങളും ഉണ്ട്. പല അവയർനെസ്സും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ അഭാവം, സ്ട്രീം ലൈൻഡ് എക്കോസിസ്റ്റം ഇല്ല അതിന് വേണ്ടി. ഒരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റം അതിനുവേണ്ടി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം മിനിമം ഒരു 14 മില്യൺ യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് വേണം. പക്ഷെ നമുക്ക് ആക്ച്വലി കളക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ വളരെ തുച്ഛം എമൗണ്ട് മാത്രമാണ്. കാരണം നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു 3% ആൾക്കാർ മാത്രമേ റെഗുലർലി ഡൊണേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതെല്ലാം കാരണം തന്നെയാണ് നമുക്ക് ഈ കുറേ കാര്യങ്ങൾ, നമ്മളിപ്പം ഒരു ആക്സിഡന്റ് നടന്നാൽ പോലും അതിനുള്ള ബ്ലഡ് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കുറേ കഷ്ടപ്പെടുന്നു ആൾക്കാർ. അവിടെ ഒരു മീൻസ് ആ ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനൊരു വേറൊരു ഹേർഡിലും കൂടിയാണ് ഈ സംഭവം കേൾക്കുമ്പോഴത്തേക്ക്. അതിൽ നിന്നെല്ലാം കുറേ വാല്യൂസ് കിട്ടി. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിലോട്ട് ഇതാണ് എനിക്കിത് ബിൽഡ് ചെയ്യണം എന്ന് ഞാൻ ഉറച്ചു നിൽക്കാൻ കാരണം അങ്ങനെ കുറേ കോൺസെപ്റ്റുകളാണ്. മനസ്സിലായി. അപ്പോൾ ഇങ്ങനൊരു ടെക് പ്ലാറ്റ്ഫോം ആയിട്ടാണല്ലോ നമ്മളിത് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഏത് ക്ലാസ് മുതലാണ് ഈ ഒരു ടെക്നോളജി ജേർണി സ്റ്റാർട്ട് ചെയ്തത്? അതെങ്ങനെയായിരുന്നു ഒരു ടെക്നോളജിയിലേക്ക് വന്നത്? ഇപ്പോൾ ടെക്കിൽ എന്തൊക്കെ ടെക്നോളജീസ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, എന്തെല്ലാം ഫ്രെയിം വർക്ക്, ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ സൗദിയിലുണ്ടായിരുന്നപ്പം 7th പഠിക്കുമ്പോഴാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്, സ്റ്റേപ്പിലോട്ട് വരുന്നത്. ഞാൻ കുറേ റിസർച്ച് ചെയ്തു, അതേപോലെ എൻ്റെ കുറേ കസിൻസ് എല്ലാം റെക്കമെൻഡ് ചെയ്ത് ഞാൻ കയറിയതാണ് സ്റ്റേപ്പിലോട്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതൊരു പൈത്തൺ പഠിച്ച് ഞാൻ യൂട്യൂബ് നോക്കിയെല്ലാം പഠിച്ചു വന്ന് അങ്ങനെ അതിലോട്ട് ആ ടെക്കിലോട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു. എനിക്ക് കോഡിങ് എനിക്ക് പറ്റിയൊരു സംഭവമാണ്, എനിക്ക് അതിൻ്റെ കുറച്ചും കൂടി പഠിക്കണം എന്നെനിക്ക് തോന്നി.
മീൻസ് നമ്മൾ ഡെയിലി കാണുന്ന സംഭവങ്ങളാണ് ഈ മാത്സും ഫിസിക്സും. അതിനോട് എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഒന്നിനോടും തോന്നാത്തൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഈ കോഡിങ്ങിലോട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫീൽഡ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി അതിനെപ്പറ്റി കുറച്ചും കൂടി റിസർച്ച് ചെയ്തപ്പോഴാണ് സ്റ്റേപ്പിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ ഉമ്മാടുത്തും എല്ലാം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നീ ചേർന്നോ, കുഴപ്പമില്ല, നമുക്ക് സംഭവം സെറ്റാക്കാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സുകൾ കൊണ്ട് തുടങ്ങി. അതിൽ നിന്നാണ് പിന്നെ ഞാൻ ഓരോ ലാംഗ്വേജസ്, ഇപ്പോൾ റിയാക്ട് ആയാലും ജാങ്കോ ആയാലും പൈത്തൺ, അതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റിയത് പിന്നെ സ്റ്റേപ്പിൽ നിന്നിട്ടാണ്. ലാംഗ്വേജസും ഫ്രെയിംവർക്സും ഒക്കെ അത് പിന്നീടാണ് പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ നിന്നൊരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ കുറേയധികം ഇപ്പം നമ്മൾ പഠിക്കുന്ന ടെക്നോളജീസും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വരുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ സ്കൂൾ ടൈമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് സ്കൂൾ ടൈമിൽ ട്യൂഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവണം. ഇപ്പം എക്സാമിനേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്? ഓക്കെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബാലൻസ് ഞാൻ ഇതുവരെ അങ്ങനെ അതിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കെന്തോ ഇതിനോടൊരു പാഷൻ, ഞാൻ കുറച്ചും കൂടി ഇതിനോട്ട് പാഷനേറ്റ് ആയത് കാരണം ആവാം എനിക്കതങ്ങ് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് അത് പോകുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അധികം എഫേർട്ട് ഇട്ട് എനിക്കിതൊന്നും ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ പഠിത്തവും അത്രയും ഇന്റൻസ് ആയിട്ട് ഞാൻ രണ്ടും കൊണ്ടുപോകണ ഒരു ആളല്ല. ഒരു ഫ്ലോയിൽ അങ്ങനെ പോവാണ് ഇപ്പൊ ഡെയിലി. പ്യൂർലിങ്ങിന്റെ കാര്യങ്ങളുമായിട്ട് കുറെ അധികം ഹോസ്പിറ്റൽ മാനേജ്മെന്റായിട്ട് മീറ്റിംഗ് നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു 11ാം ക്ലാസ്സുകാരൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഒക്കെ? ഓക്കെ, ഫസ്റ്റൊന്നും അവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവരും ഡൗട്ട് ചെയ്യും നമ്മളെ. കാരണം ഇവര് കുട്ടികളാണ്, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കുറെ പരിമിതികൾ ഉണ്ട് എന്നുള്ള അവർ പറയും. പിന്നെയാണ് അവര് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ അവർക്ക് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്നത് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചു. നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്ര ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഐഡിയ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ പേര് നമ്മളെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് പ്രസന്റ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഒന്നിൻ്റെ ഹോസ്പിറ്റൽസിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കിൻഡർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും, എറണാകുളത്തുള്ള കിൻഡർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ എനിക്ക് തോന്നുന്നു മാനേജർ എന്തോ ആയിരുന്നു. പുള്ളിക്കാരത്താണ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്യൂർലിങ്ക്. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, അടുത്തുള്ള സ്റ്റാഫുകൾ എല്ലാവരെയും വിളിച്ചിരുത്തി നമ്മളുടെ പിച്ച് അവരായിട്ടും കൂടി ഷെയർ ചെയ്യിപ്പിച്ചു. അപ്പം അവരിൽ നിന്ന് എനിക്ക് കുറേ ഐഡിയാസ് കിട്ടി. അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലോ. മെഡിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ടെക് അധികം ഇൻവോൾവ് ചെയ്യാത്തൊരു ഭാഗമാണ് അൺടിൽ നൗ. കുറേ ചേഞ്ചസ് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അവരുടെ നിന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽ അതായിരുന്നു, കിൻഡർ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് അവിടെ നിന്നിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് കിട്ടിയത് അതാണ്. നമ്മൾ റിയൽ വേൾഡിലേക്ക് ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ അല്ല റിയൽ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ്. കാരണം ഫീഡ്ബാക്ക്, ഒരാൾ പറയുന്ന ഒരു വേർഡ്, ആ വേർഡിൽ നിന്ന് എന്താണ് റിക്വയർമെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ കോഡ് എഴുതണേ. എന്നിട്ട് അവരുടെ മുന്നിൽ അത് സൊല്യൂഷനായിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാനൊരു ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും, ഒരു പ്രോസസ്സ് മനസ്സിലാവും. നമ്മുടെ കൂടെ ആൾ വന്നിരിക്കുന്നു, അവർ വന്ന് റിക്വയർമെൻറ്റ് പറഞ്ഞു തരുന്നു, അത് നമ്മൾ കേട്ട് കോഡാക്കി സൊല്യൂഷനാക്കി കൊടുക്കുമ്പോൾ എനിക്ക് അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിരിക്കും നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് എയുടെ കാലഘട്ടമാണ്. നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നിന്നും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു അക്കാഡമിക് സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കുറവാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ പഠിക്കാനുള്ള സമയത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് AI ഉപയോഗിക്കുന്നത് ആസ് എ സ്റ്റുഡൻറ്റ്? ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു രീതി പറയാം. കാരണം ഞാൻ ഇപ്പോൾ പ്ലസ് 1 പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും പഠിക്കുന്ന സമയം ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ കാണും. അത് നമ്മൾ വീട്ടിൽ നിന്നൊന്ന് ഇരുന്ന് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ മെയിൻലി ഇതെല്ലാം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. അപ്പം അത് യൂസ് ചെയ്ത് എൻ്റെ ഡൗട്ട്സ് എന്തെല്ലാം ആണോ, സ്റ്റഡി റിലേറ്റഡ് ആണെങ്കിലും ഇപ്പോൾ കോഡിങ്ങിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും എല്ലാം, നമ്മൾ എത്ര ഇതിൽ എക്സ്പീരിയൻസ് ആയാലും ഒരു പുതിയ ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങൾ നമുക്ക് നേരിടും. തീർച്ചയായിട്ടും. അപ്പം അതെല്ലാം ഞാൻ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യണതും ChatGPT അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി പോലത്തെ AIs യൂസ് ചെയ്ത് കുറച്ചും കൂടി ഇൻഡെപ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പെർപ്ലെക്സിറ്റി യൂസ് ചെയ്ത് ഒന്ന് റിസർച്ച് ചെയ്യും അതിനെപ്പറ്റി. വേണ്ടിയിട്ട് അല്ലേ? അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലേ? അപ്പോൾ
നമ്മളൊക്കെ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നല്ലോ. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണം, പിറ്റേന്ന് രാവിലെ ഒന്നി ട്യൂഷൻ ടീച്ചറിന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് പോകണം ഇൻഫർമേഷൻ അല്ലെങ്കിൽ കിട്ടാൻ. അതുമായി ബന്ധപ്പെട്ട ആ പർട്ടിക്കുലർ ടോപ്പിക്കുള്ള ബുക്സ് വല്ല ലൈബ്രറിയിൽ അവൈലബിൾ ആണോ നോക്കി അതെ അതെ. അതെടുത്ത് അതായിരുന്നു പിന്നെ നമുക്ക് അന്ന് പിന്നെ കൂടുതലുണ്ടായിരുന്നു. ഒരു കണക്കിന് ഇന്റർനെറ്റും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്റർനെറ്റിലുള്ള കണ്ടന്റിന്റെ പ്രശ്നം നമുക്ക് വേണ്ടതിനുള്ള ആൻസർ ഇല്ല. ഇന്റർനെറ്റിൽ ഒരു ഡേറ്റ നമ്മൾ ഉണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ആക്കി എടുക്കുന്ന നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കണം. ഇപ്പൊ നമുക്കുള്ള നമുക്കത് കട്ട് ഷോർട്ട് ആയിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇവൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് പോലും നമ്മൾ പറയുന്ന ഒരു മുറി ഇംഗ്ലീഷിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും അവര് അതിനൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഡേറ്റ തരുന്നുണ്ട്. മറ്റത് അങ്ങനെയല്ല, നമുക്ക് എങ്ങനെ എത്ര പ്രോപ്പറായിട്ട് കിട്ടും. വളരെ ഒരു അന്ന് 25% ഒക്കെ ആയിരിക്കും നമുക്ക് വേണ്ട സാധനം കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല, അതിൽ കൂടുതൽ പെർസെന്റേജ് കിട്ടുന്നുണ്ട്. കറക്റ്റ് ആ ഒരു കട്ട് ഷോർട്ട് സാധനം നമുക്ക് കയ്യിലോട്ട് തരുന്നുണ്ട്. ഇനിയിപ്പോ കോഡിങ്ങിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പൊ തന്നെ ഓൾറെഡി തന്നെ പ്യുവർലിങ്കിന്റെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്നതിനോടൊപ്പം തന്നെ IT സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ IT സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തി, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു മേഖലയിലോട്ട് എത്താൻ കാരണം ഇപ്പം ഞാൻ പ്യുവർലിങ്കിൽ വന്നതിന് ശേഷം എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസും എനിക്ക് ഓരോ ഹോസ്പിറ്റൽസിനെ മീറ്റ് ചെയ്യാനുള്ള നമുക്കൊരു എക്സ്പെൻസ് വരുമല്ലോ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട്. സ്റ്റാർട്ടപ്പും കൂടി മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പാരൻസിനെ അധികം ഡിപ്പെൻഡ് ചെയ്യൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കറിയാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, എനിക്കറിയാം കുറേ ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ട്. സോഫ്റ്റ്വെയർ വേണം. ഇപ്പം സ്റ്റാർട്ടപ്സിനാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ വേണം, പോർട്ട്ഫോളിയോസ് വേണ്ട ആൾക്കാരുണ്ട്, പിന്നെ ഈ വിക്കിപീഡിയ പേജസ് വേണ്ട ആൾക്കാരുണ്ട്. അപ്പം അവർക്കെല്ലാം മീൻസ് സർവീസസ് ഒരു ആവറേജ് കോസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയതാണിത്. ഒരു സോഫ്റ്റ്വെയർ കമ്പനി പോലെയൊന്നുമല്ല, എന്നാൽ കൂടി ഫ്രീലാൻസ് ആയിട്ട് അവർക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവിലാണല്ലോ നിങ്ങൾ തുടങ്ങുന്നത്. ഇപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉള്ളത്? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 720 മെമ്പേഴ്സ് ഉണ്ട്. 720 മെമ്പേഴ്സ് ഉണ്ട്. അത് എല്ലാവരും ലൈക്ക് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം, അതല്ലെങ്കിൽ +2 കഴിഞ്ഞ കോഴ്സിലെത്തി. പക്ഷേ ബിഗിനേഴ്സും ഉണ്ട് നമ്മളുടെ. ഇതിനെപ്പറ്റി കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയ മീൻസ് ചിലവർക്ക് HTML CSS മാത്രമേ അറിയാം, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളൊരു സ്പേസും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനും. മീൻസ് അവിടെ നടക്കണെന്ന് വെച്ചാൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ്. ആൾക്കാർ ഇപ്പോൾ അതാണ് അവിടെ കറന്റ് ഇപ്പൊ നടന്നുകൊണ്ട് പോകുന്നത്. ലൈക്ക് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവർ ചോദിക്കും, നമുക്ക് അതിനെപ്പറ്റി ഒരു സൊല്യൂഷൻ അറിയാം, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അതിലും നല്ലൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത്, ഞാനാണെങ്കിൽ പോലും നമ്മളത് ടൈപ്പ് ചെയ്തിടും. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉണ്ട്, ഇപ്പോൾ അവൻ യൂസ് ചെയ്യണേലും നല്ല ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ എന്തെങ്കിലും കോഴ്സുകളോ കാര്യങ്ങളോ അവൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ അവിടെ നടന്നു പോകുന്നത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ +1 ആണല്ലോ പഠിക്കണേ. ഈ +1ന്റെ സിലബസിൽ ഒരു കാര്യം മാറ്റാനായിട്ട് ഒരു പെർമിഷൻ തന്നു അസ്വാൻ്റെ കയ്യിൽ തരികയാണ്. അസ്വാനെ ഈ സിലബസിൽ ഈ സൈഡ് നീ നോക്കിക്കോന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യമായിരിക്കും ഫസ്റ്റ്? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ആ സയൻസ് സബ്ജക്റ്റിനെ മാറ്റും. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും? ഇപ്പോൾ കറന്റ് ആ ഒരു സിലബസിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. പലരും പല സിലബസിൽ പഠിക്കുന്നവർക്ക് പല എന്താ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തിയറിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് കോഡ് ഇങ്ങനെ ഇരുന്ന് എഴുതി കൊണ്ടുവരല്. ഞാൻ കമ്പ്യൂട്ടറിൽ അത് ടൈപ്പ് ചെയ്ത് മീൻസ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന VS കോഡ് ആണെങ്കിലും ബാക്കി കോഡിങ് മീൻസ് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും എല്ലാം നമുക്ക് വേണ്ടത് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അതിനുള്ള കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല, കുറേ പ്രോബ്ലംസ് അതിൽ വരുന്നുണ്ട്. അപ്പം അത് മൊത്തത്തിലുള്ള ഡിജിറ്റലൈസ് ചെയ്യും ആ ഒരു സബ്ജക്ട്. ടെക്നോളജി പ്രാക്ടിക്കൽ ഫസ്റ്റ് അപ്രോച്ചിലേക്ക്, അതായത് തിയറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് തിയറി വരിക. അതായത് ഫസ്റ്റ് പ്രാക്ടിക്കൽ ചെയ്ത് അവനൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താ മനസ്സിലായി ഇത് ഇതിനാണ്. ഞാൻ 2009 പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു +1 അപ്പോൾ ഇതുപോലെയായിരുന്നു. ആദ്യം കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ പഠിച്ച് ക്ലാസ്സിൽ ആ കോഡ് എഴുതിയിട്ട് ആ കോഡാണ് ലാബിൽ കൊണ്ടുപോയി ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് അവിടെ സിൻടാക്സ് സിമാൻറ്റിക്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ നമ്മൾ അവിടെ പോയി ടൈപ്പ് ചെയ്തിട്ട് പിന്നെയാണ് അത് അറിയുന്നത്. ഇന്നും അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്, ഇപ്പോഴും അത് മാറിയിട്ടില്ല. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അത് കുറേ അധികം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ലൈക്ക് ഇപ്പോൾ ടെക്നോളജി ഇത്രയും വലുതായപ്പോഴത്തേക്കും ഇത്രയും എക്സ്പോഷർ കുട്ടികളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്കത് ചെയ്യാം. ഞാൻ പേഴ്സണലി അതായിരിക്കും മാറ്റാൻ പോകുന്നത്. ഇത് തിയറി തുടങ്ങിയതിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുന്നേ
നമുക്ക് തിയറി ഉണ്ടെങ്കിൽ മാത്രമേ പ്രാക്ടിക്കൽ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒരു കുട്ടിക്ക് ഒരു സംശയം വന്നാൽ അത് സോൾവ് ചെയ്യാൻ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഇൻഫർമേഷൻ അത്രത്തോളം എന്തായിരുന്നു, ഡിഫിക്കൽട്ടായിരുന്നു കിട്ടാൻ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ പഠിച്ച് അതിന് മുകളിൽ നിന്നിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ സംശയങ്ങൾ കുറയും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം, അതിനകത്തുനിന്ന് ഫെയിലിയർ വരണം, ആ ഫെയിലിയറിനെ തിരുത്താനുള്ള നോളജ് ഇപ്പോൾ ഭയങ്കര ചീപ്പാണ്. അപ്പൊ നോളജ് നമ്മുടെ ഒരു കുറിക്ക് അപ്പുറത്ത് ഈ നോളജ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടാൻ ഒരുപാട് അതെ, കുറെ പേര് ഓൾറെഡി ഇതെല്ലാം പഠിച്ച് നമുക്ക് തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവര്. അതെ, നമുക്ക് ആളുകൾക്ക് ഈ നോളജ് ഉണ്ട്. അതിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ചാറ്റ് GPT നമുക്ക് അവൈലബിൾ ആണ്. അത് ചാറ്റ് GPT എന്ന് പറയുമ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നോളജ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഫെയിലിയറിനെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫെയിലിയറിനെ പേടിച്ചിട്ടാണ് ഫൗണ്ടേഷൻ ഫസ്റ്റ് പിന്നെ പ്രാക്ടിക്കൽ എന്നുള്ള സംഭവം കൊണ്ടുവന്നത്. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. പിന്നെ അത് തിരുത്തി കിട്ടാനൊന്നൊരു ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ഇവാലുവേഷൻ പ്രശ്നമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം കമ്പ്യൂട്ടർ സയൻസ് പീരീഡുകൾ കിട്ടുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റിനനുസരിച്ച് കുറവാണ്. നമുക്ക് പൊതുവെ എല്ലായിടത്തും പ്രയോറിറ്റൈസ് ചെയ്യണ ബാക്കിയുള്ള സബ്ജക്ട്സ് ആണ്. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം കമ്പ്യൂട്ടർ സയൻസിന് ഒരു ലീസ് പ്രയോറിറ്റി ആണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ബയോളജിക്ക് ആണെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും ലാബിനും ഭയങ്കരമായ പ്രയോറിറ്റി. അത് 2009 ഞാൻ പഠിക്കുമ്പോൾ അതേ കാരണം അത് അടുത്ത എഞ്ചിനീയറിംഗിലേക്ക് പോകുമ്പോഴത്തേനും അവിടെ കീവിന് ആവശ്യമുള്ളത് കമ്പ്യൂട്ടർ സയൻസ്. എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത് പറയുമ്പോൾ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഈവൻ നമ്പർ ഓഡ് നമ്പർ പ്രിന്റ് ചെയ്യിക്കാനായിരുന്നു. അതായത് പിന്നെ എന്താണ് സി ഏത് ഇയർ ആണ് ഫൗണ്ട് ചെയ്ത്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് സെക്കൻഡ് സ്റ്റാൻഡേർഡില് കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് കമ്പാരിറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ബാക്കിയുള്ളതിന് പ്രയോറിറ്റി കൊടുത്ത് ഫിസിക്സ് ലാബും അങ്ങനെ വരുമ്പോഴത്തേക്കും വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന ഡൗട്ടുകൾ ചോദിക്കാനും നമുക്ക് ആ ഒരു സിസ്റ്റം വരുന്നില്ല. മീൻസ് ടീച്ചർമാര് ബാക്കിയുള്ളവർക്ക് പീരീഡ്സ് ഉണ്ട്, നമുക്ക് ബാക്കിയുള്ള പീരീഡ് എല്ലാം ഫിസിക്സും കെമിസ്ട്രിയും ആണ്. ചിലപ്പോൾ പീരീഡ് കിട്ടും കമ്പ്യൂട്ടർ സയൻസിനെല്ലാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഈ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡൗട്ടുകൾ നമ്മൾ ആരുടെ ചോദിക്കും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും. അതെല്ലാം പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കതിപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം ടെക്നോളജി അറിയാവുന്ന ഒരാളാണെങ്കിൽ വീട്ടിൽ പോയി ഇതെല്ലാം ട്രൈ ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യണത് അതാണ്. സ്കൂളിൽ പൈത്തൺ പഠിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ വരും, എൻ്റെ ലാപ്പിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണ്, ഞാൻ വന്നിരുന്ന അത് ട്രൈ ചെയ്ത് നോക്കും എൻ്റെ ഔട്ട്പുട്ട്. അതെ അതെ. ഇപ്പോൾ മറ്റു കുട്ടികളിലേക്ക് ഈ നോളജ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ടെക്നോളജിയുടെ ഒരു ഏർലി അഡോപ്റ്റേഴ്സാണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പം ഇനി വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ ഇവൻറ്റ്സിൽ പോകുമ്പോഴും നിങ്ങൾ വലിയ സ്റ്റേജസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അസ്വാൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്കൊരു ഉപദേശം കൊടുക്കുന്നത്? ടെക്നോളജീനെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ അടുത്തും ഞാൻ കുറേ വീഡിയോസ് അല്ലാതെ യൂട്യൂബിലും എല്ലാം കാണും. അപ്പം അതിലും എല്ലാം പലരും എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന സംഭവം, ടെക്നോളജി പഠിക്കുമ്പോൾ ക്യൂരിയസ് ആയിട്ടിരിക്കുക. മാക്സിമം ക്യൂരിയസ് ആയി നമുക്ക് എത്രത്തോളം ഡൗട്ട് വരുന്നു അത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റും ഈ ടെക്നോളജി എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ അകത്ത്. എന്ന് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി നിന്ന് പോകുന്നു, അന്ന് നമ്മൾ ആ ഫീൽഡിൽ നിന്ന് ഔട്ടാവും. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോഴും ടെക്നോളജിയെ കണ്ടുകൊണ്ട് വരുന്നത്. ഇപ്പം ഞാൻ സൈബർ സെക്യൂരിറ്റി കുറച്ച് നാൾ പഠിച്ചു വരുന്നു. അവിടെയും എനിക്ക് ക്യൂരിയസ് ആയിട്ടുള്ള പാർട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് അതിൽ എക്സ്പെർട്ടൈസ് ആയി ആ ഒരു ഫീൽഡിൽ ബെസ്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ നോക്കാറ്. അല്ലാണ്ട് നമ്മളിപ്പം ചിലവർ ചെയ്യുന്നൊരു പൊതുവെ കാണുന്നൊരു സംഭവമാണ്, എങ്ങനെയെങ്കിലും ഇത് പഠിച്ച ആ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഓക്കെ, കഴിഞ്ഞ്. അവിടെ പിന്നെ അതിനെപ്പറ്റി അധികം റിസർച്ച് ചെയ്യാനൊന്നും ഇല്ല, പഠിച്ച് കിട്ടി അത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. പക്ഷെ വേറെ നമ്മളിപ്പം പിന്നെ അവിടെ ചിലപ്പോൾ മേ ബി ഒരു ഏജ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നുണ്ടാകാം. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നാളെ ഒരു ജോബ് അല്ലെങ്കിൽ എനിക്ക് ഏർണിങ്സ് എന്ന് പറയുന്നത് ഇപ്പം അസ്വാനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ഏജിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണല്ലോ. ഇപ്പൊ പല സർട്ടിഫിക്കറ്റുകളും പഠിച്ചു തീരുമ്പോഴത്തേനും ആ ടെക്നോളജിയുടെ ആവശ്യമില്ലാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊജക്ട് മാനേജ്മെൻറ്റ് മുന്നേ ലെഗസി ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് എയുടെ മുന്നേ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം. അപ്പോൾ അതിനകത്താണ് യൂസർ സ്റ്റോറീസ് എഴുതണം, അതിനെ ഇങ്ങനെ എപ്പിക്കുകളായിട്ട് തിരികെ ഇങ്ങനെയുള്ള കുറേ ടേംസ് വെച്ചിട്ട് ടാസ്ക് ലിസ്റ്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് നമുക്കിപ്പം കിറോയും കഴ്സറും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റ് വരുന്നു, ഏജൻസിനെ വെച്ചിട്ടായിരിക്കും കോഡ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ്ലി ജോബിൻ്റെ ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം മാറി. ഇപ്പോൾ തന്നെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രോബ്ലം, ജൂനിയർ എഞ്ചിനീയേഴ്സിനെ കമ്പനീസ് ഹയർ ചെയ്യുന്നില്ല. ആർക്കും വേണ്ട. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഡിസൈനേഴ്സിനെ മതി, ആർക്കും ഡൂവേഴ്സിനെ വേണ്ട. അതായത് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാൻ അറിയുന്ന. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഇന്റേണിനെ എടുക്കുന്ന അല്ലെങ്കിൽ ജൂനിയറിനെ എടുക്കുന്ന എന്തിനു വേണ്ട? സീനിയറിനെ സപ്പോർട്ട്. സീനിയർ എന്ത് ചെയ്യുന്നു, പറയുന്നു, ജൂനിയർ ഇരുന്ന് ചെയ്തു കൊടുക്കുന്നു. അവൻ്റെ അടുത്ത് പറയുന്നത് എന്താണ്, നിനക്ക് 10 കൈയുണ്ട്,
നിന്റെ ബാക്കിയുള്ള 8 കൈകളാണ് എന്ത് ഇരിക്കുന്നത്, ഈ ഇരിക്കുന്ന 4 ഇന്റേൺസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ പക്ഷേ ഇപ്പോൾ എന്താണ്, നേരെ AI യുടെ അടുത്ത് പറയുന്നു, ടൈപ്പ് ചെയ്യുന്നു, അവനവിടെ കോഡ് മുഴുവൻ എഴുതി കൊടുക്കും. ഇപ്പോൾ കഴ്സർ ആണെങ്കിൽ കഴ്സർ മൊത്തം കോഡ് എഴുതി തരും. അപ്പോൾ ആ കോഡ് നമ്മൾ ഇരുന്ന് വായിക്കുന്നു. മറ്റേ ഒരു ജൂനിയർ ഉണ്ടാക്കുന്നതിന്റെ 10 തെറ്റ് പോലും അതെ അതെ AI accuracy ഉണ്ടാക്കില്ല. കൂടുതലാണെന്നുള്ളത്. അത് AI ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ 10 കംപ്ലീറ്റ്ലി മിനിറ്റ് റീപ്ലേസ് ചെയ്യാൻ കൊണ്ടാണല്ലോ, പറ്റും. അതെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടാണല്ലോ കോഡ് ഇത് എഴുതി തരുന്നത്. മറ്റേന്ന് പറയുമ്പോഴത്തേനും നമ്മൾ തന്നെ 2 ആഴ്ചയാണല്ലോ ഒരു അതായത് ഒരു ടെക്നോളജി കരിയർ എന്ന സ്പ്രിന്റ് ഇടുന്നത്. നിലയ്ക്ക് കോഡിങ് കണ്ടു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണമെന്ന് കണ്ട് ഒരു 3 months 6 months 1 year കോഴ്സൊക്കെ എടുത്ത് ഡിഗ്രി കഴിഞ്ഞ കോഴ്സ് എടുത്ത് വരുന്നവർക്ക് ഇനി ചാൻസ് അതെ ഉണ്ടാവില്ല. 6 മാസത്തെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് എന്നുള്ളത് ഇനി നമുക്ക് ഒരിക്കലും അതല്ല അത് കരിയറിന് relate ചെയ്യാൻ വേണ്ട പറ്റില്ല. ഒരു നമ്മൾ തുടങ്ങേണ്ടത് ഒരു ഈ 7ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ് ആ ടൈമിലേ തുടങ്ങി. എന്നാൽ അന്ന് കണ്ട ടെക്നോളജി ഒന്നും ഇന്നില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ +1 നിൽക്കുമ്പോൾ ടെക്കിൽ എക്സ്പെർട്ട് ആവുന്നത് നിങ്ങൾ ആ പ്രോസസ്സിനോടൊപ്പം സഞ്ചരിച്ചത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഉണ്ട്. അത് നിൽക്കുന്നോണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുക, അത് ആ അപ്ഡേറ്റുകൾക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ച് പോകാന്നുള്ളത്. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നമില്ല. ഇപ്പൊ എന്ത് മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി റിവോൾവിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പം ഇന്ന് കാണുന്ന ടെക്നോളജി നാളെ കാണത്തില്ല. നാളെ ഇപ്പം സെക്കൻഡുകളിൽ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നതാണ്. അപ്പം അതെല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യണമെന്നല്ല, പക്ഷെ ഒരു ടെക്നോളജിന്റെ ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്താണ് ആ ഒരു ഈ പ്രോസസ്. നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, അസ്വാന് ഈ നോളജൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങളെ ലൂപ്പിലുണ്ട്, ഓക്കെ, എങ്ങനെയാണ് ഈ ലൂപ്പിനുള്ളിലേക്ക് വിട്ടത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് എന്തൊക്കെയാണ്, യൂട്യൂബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഗൂഗിളിനകത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യണേ, എങ്ങനെയാണ് ഈ നോളജ് കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളത് സെർച്ച് ചെയ്യാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്തിരിക്കുക നമുക്ക് വേണ്ട സാധനങ്ങൾ തരാനായിട്ട്. ഒരു സെർച്ചിന്റെ ഹെഡാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഉള്ളത്. നമുക്ക് ഇപ്പൊ വേണ്ടതെല്ലാം, എനിക്കിപ്പോ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ പഠിക്കണം, ലൈക്ക് ഒരു ലൈൻ ഫോളോയിങ് റോബോട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, അതിന്റെ വേണ്ട കോമ്പണൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എനിക്ക് കിട്ടും. ഗൂഗിളിൽ നിന്ന് തന്നെ എനിക്ക് ഷോപ്പിംഗിൽ ചെന്ന് വേണ്ടി പർച്ചേസ് ചെയ്യാം. അപ്പം ആ ഒരു പ്രോസസ്സിൽ മീൻസ് ഇപ്പൊ നമുക്ക് വേണ്ടതെല്ലാം ഈ ഇന്റർനെറ്റിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇന്റർനെറ്റ് ബിൽഡ് ചെയ്യാനുള്ളതെല്ലാം ഇന്റർനെറ്റിന്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അത് കാരണം തന്നെ അധികം ഞാൻ പലയിടത്തും കേട്ടു വായിച്ചേക്കുന്ന സംഭവങ്ങളാണ്. പലരും ബുക്ക് വായിച്ച് അതിൽ നിന്ന് കോഡ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചിലവർക്ക് അതായിരിക്കാം കംഫർട്ടബിൾ. ഒരു കൂട്ടം ആൾക്കാർ കാണാം അതിൽ കുറച്ചും കൂടി വായിച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുന്ന ആൾക്കാർ. പക്ഷെ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് അതിൽ, കാരണം ചില വീഡിയോസ് എന്ന് പറയുമ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യണ രീതിയിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ചിലവരത് ഭയങ്കര ബൈറ്റ് സൈസിലായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവും. ആ സംഭവം, ആ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും. ചിലവരുണ്ട് അത് വളരെ ബേസിക്സിൽ നിന്ന് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരും. ഇപ്പോൾ സ്റ്റെപ്പ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതാണ്. എനിക്ക് ഏറ്റവും ബേസിക് കോൺസെപ്റ്റിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ നല്ല വീഡിയോസ് കാണുക. സ്റ്റേപ്പ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്താണോ പഠിച്ചത്, ഞാൻ എന്താണോ ചെയ്യണത്, അത് ജസ്റ്റ് അതുപോലെ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ വേറെ ഷോർട്ട് കട്ട് ഒന്നും വെച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച്, അതായത് എനിക്ക് അന്ന് ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് എന്നെ പഠിപ്പിച്ച ഇങ്ങനെയാ. അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെ ഞാൻ വിചാരിച്ചെന്തിട്ടുണ്ട്, ഓക്കെ എനിക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടാ. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഞാൻ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഞാൻ കുറെ പേർക്ക് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി, എനിക്ക് എൻ്റെ ഒരു 7ാം ക്ലാസ്സിൽ എനിക്ക് സംഭവം മനസ്സിലാവുമെങ്കിൽ ബാക്കിയുള്ളവർക്കും 10 പഠിക്കണവർക്കും 9 പഠിക്കണവർക്കും ഇത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ടെക്നോളജി നമ്മളിതിനെ വലിയൊരു ബാലികറാമലയായിട്ടൊക്കെ കണ്ടേക്കുന്നോണ്ടാണ് ശരിക്കും പലരും പിന്നെ അത്ര പോലും കോംപ്ലിക്കേഷൻസ് ഇല്ലല്ലോ, കാരണം ഇത്രയും ടൂൾസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കുറേ ടൂൾസ് ഉണ്ട്. ഇത് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമുക്ക് ചോദിച്ച് മീൻസ് അതിന്റെ എന്താ ഇൻഡെപ്തിലുള്ള എക്സ്പ്ലനേഷൻ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും പിന്നെ വരുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുകയും +1 കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പം JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കോഡ് എഴുതാൻ സമയം കിട്ടുന്നുണ്ടോ? ആക്ച്വലി ഇല്ല, ഞാനിപ്പോൾ കോഡ് എഴുതൽ കുറവാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, എന്തെങ്കിലും ഫൺ പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, അതായത് കോഡിങ് എന്നുള്ളത് വിട്ടിട്ടില്ല, പക്ഷെ എന്താണ് കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ അതുപോലെയാണ്. ഞാനിപ്പോൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കോഡ് എഴുതുന്ന ആളല്ല, പക്ഷേ ഡെയിലി അറ്റ്ലീസ്റ്റ് ഞാനൊരു 30 മിനിറ്റ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കും, പുതിയ ടൂൾസ് ട്രൈ ചെയ്ത് നോക്കും. അതല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതായത് ഇപ്പോൾ CTO ആണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ CEO ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഔട്ട്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരാഴ്ച മതി. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം GPT-5 ലോഞ്ച് ചെയ്തു. ഇന്നിപ്പം ഷൂട്ട് ചെയ്യുന്നു, ഇന്നലെ വൈകുന്നേരമായിരുന്നു. അപ്പോൾ
ഫസ്റ്റ് പരിപാടി എപ്പോൾ GPT-5 വരും. ഇന്ന് രാവിലെ ഞാൻ കയറിയിട്ട് നോക്കിയതാ, എൻ്റെ GPT-5 വന്നോ, എൻ്റെ പ്ലസ് ഞാൻ അക്കൗണ്ട് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പൊ GPT-5 വന്നു. അത് അറിയുക എന്നുള്ളതാണ്. അതെ, ഇത് കറക്റ്റ് ടൈമിന് അറിഞ്ഞിട്ടില്ലെങ്കിലുള്ള പ്രശ്നം, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവാണ്. GPT-5 വരുമ്പോൾ 4.0-ൽ വർക്ക് ചെയ്ത പോലെ അല്ലെങ്കിൽ O3-ൽ വർക്ക് ചെയ്ത പോലെ അല്ല. നമുക്ക് കുറെ പ്രോംപ്റ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട് ആ ഒരു വേർഷന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ടെക് എൻതൂസിയാസ്റ്റിന് അത് മനസ്സിലാവും. ആ ഒരു ക്രേവിംഗ് അവർക്ക് മനസ്സിലാവും. അടുത്ത ടെക്നോളജി എന്താണെന്ന് പഠിക്കാൻ അവർ ക്രേവിംഗ്, അവരുടെ ഉള്ളിൽ ഒരു ക്രേവിങ്സ് ഉണ്ടാവും. അടുത്ത മീൻസ് അവരുടെ ഡെയിലി ബേസിസിലുള്ള കുറേ പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇപ്പം ചാറ്റ് GPT ആണെങ്കിലും ഞാൻ യൂഷ്വലി വെബ്സൈറ്റിന് എന്തെങ്കിലും ഒരു സെക്ഷൻ ബിൽഡ് ചെയ്യുന്നത് ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാറുണ്ട്. അപ്പം ചാറ്റ് GPT-5 വന്നിട്ട് അത് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി, കുറച്ചും കൂടി നല്ല UI തന്നു തുടങ്ങിയത്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ, ഞാൻ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ലൈക്ക് നമുക്ക് ഈ സ്റ്റഡീസുമായിട്ട് ഇത് എങ്ങനെയെങ്കിലും മേർജ് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് സ്റ്റഡീസിലും എനിക്കപ്പോൾ ഇൻട്രസ്റ്റ് വരും എന്നുള്ള രീതിയിൽ. ഞാനിപ്പം എനിക്കും അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് തിങ് ടു ബി ഫ്രാങ്ക്, എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്. അപ്പോൾ ഞാൻ അതൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് സംഭവം പറ്റിയില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് അതെങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ ഒരു സംഭവമാണ്. ഞാൻ കുറച്ച് പേരെടുത്ത് അത് പറഞ്ഞു നോക്കുകയും ചെയ്തു. അവർക്കും അത് ഹെൽപ്ഫുള്ളായി. സംഭവം വെച്ചാൽ നമ്മൾ ഡെയിലി പഠിക്കുന്ന കുറേ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്ക്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് പീരിയോഡിക് ടേബിൾ 118 എലമെന്റ്സ് വെച്ചിട്ടൊരു പീരിയോഡിക് ടേബിൾ നമ്മൾ വരയ്ക്കുകയും അസൈൻമെന്റും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതൊരു വെബ്സൈറ്റ് ആക്കി മാറ്റി. ആ 118 എലമെന്റ്സിൻ്റെയും ഷെൽ നമ്പറും പിന്നെ അറ്റോമിക് നമ്പറും അറ്റോമിക് മാസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ്. അതിലൊരു മീൻസ് ഓരോ എലമെന്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കത് എങ്ങനെയെങ്കിലും ഒന്ന് മേർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കണം. എൻ്റെ അടുത്ത് കുറേ പേര് ആ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ മാസ്റ്റർ ട്യൂട്ടേഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം അവിടെയും കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് ഇത് എനിക്ക് എങ്ങനെയെങ്കിലും രണ്ടിലും എനിക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തു. അപ്പം അവർക്കും അത് കുറേ പേർക്ക്, എനിക്ക് 1-2 പേര് ഫിസിക്സിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അയച്ചു തന്നു. കുറേ വെബ്സൈറ്റുകളും കാര്യങ്ങളും ചെയ്ത്, മീൻസ് ഓരോ ലോസും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് എല്ലാം എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ചു ചെയ്ത സംഭവം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്റ്റഡീസിലും നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് എങ്ങനെ കൊണ്ടുവരാൻ. അപ്പോൾ അതുപോലെ തന്നെ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൻ്റെ ഒരു ടൂളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ നോട്ട്ബുക്ക് എല്ലാമിൻ്റെ ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നോട്ട്ബുക്ക് എല്ലാം കംപ്ലീറ്റ്ലി ഇപ്പോൾ ഫ്രീ ആയിട്ട്, ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ സ്കൂൾ സ്റ്റുഡൻസിന് അവൈലബിൾ അല്ല അല്ലേ? കോളേജ് സ്റ്റുഡൻസ് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഇപ്പോൾ അവരുടെ കോളേജ് ഐ ഡി എല്ലാം വെച്ച് റിക്വസ്റ്റ് ഇടണം. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിന് ശരിക്കും നോട്ട്ബുക്ക്, ഇപ്പോൾ ഗൂഗിളും പെർപ്ലെക്സിറ്റി അതുപോലെയുള്ള ഏകദേശമുള്ള എല്ലാ AI ടൂൾസും ഇന്ന് ഫ്രീ ആയിട്ട് അവരുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ തന്നെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ AI കാലഘട്ടം വരെ പറഞ്ഞു. ഇനി അടുത്തിപ്പോൾ നിങ്ങളൊക്കെ ഇനി പഠിച്ചിറങ്ങുന്ന ടൈം, അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു ജോബിലേക്കോ അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഓൺട്രപ്രണർഷിപ്പിലേക്കൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വെഞ്ചർ വരുന്ന ടൈമിന് നമ്മുടെ ഈ AI കാലഘട്ടവും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്തൊരു ഫിസിക്കൽ AI കാലഘട്ടത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? ഫിസിക്കൽ AI എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ AIയും ടെക്നോളജി ഒന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഒരു ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റിലായിരിക്കും ഇനി വരാൻ പോകുന്ന ഫിസിക്കൽ AIയും വർക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടി നമ്മളെല്ലാവരും ചെയ്യുന്ന ജോലി കുറച്ചും കൂടി ഇംപ്രൂവ് ആവും. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വർക്ക് ഫ്ലോ കുറച്ചും കൂടി വൈറ്റ് കോളർ ജോബ്സ് നമ്മളിപ്പോ AI വന്നപ്പോൾ, AI കാലഘട്ടം വന്നപ്പോൾ വൈറ്റ് കോളർ ജോബ്സ് റിപ്ലേസ് ചെയ്യപ്പെട്ടെങ്കിൽ, ഇനി അടുത്തൊരു ബ്ലൂ കോളർ ജോബിലേക്കും അതുപോലെ തന്നെ വൈറ്റ് കോളർ ജോബിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഫിസിക്കൽ AI സപ്പോർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഫിസിക്കൽ AI എന്ന് പറയുമ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ AIക്ക് പറയുന്ന ഒരു പ്രശ്നം, AI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് അല്ലെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോണ്ട്രിയും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ റോബോട്ട് ചെയ്യുകയും ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യണം എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പൊ എന്ത് ചെയ്തു, ചിന്തിക്കാനുള്ള ബുദ്ധിയല്ല, അത് ഞാൻ ചെയ്തോളാം, നീ ആദ്യം പോയി എന്ത് ചെയ്യും, തൂക്കാനും തുടക്കാനൊക്കെ ഉള്ള പരിപാടി മനുഷ്യ നീ പോയി ചെയ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഇനി അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണം. ശരിക്കും ഫിസിക്കലി വരുമ്പോൾ ആ ഒരു മാറ്റം സംഭവിച്ചു, ചെയ്യുന്ന ജോലിന്റെ ആ ഒരു രീതി മാറും. അതെ തീർച്ചയായിട്ടും. അതായത് ഓരോ ജനറേഷനിലും, ഇപ്പോൾ നമ്മുടെ ലൈഫിന്റെ ഏത് ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ബ്രേക്കിംഗ് ടെക്നോളജി ഉണ്ടാവുമല്ലോ. അതായത് ആ ഒരു AI എന്ന് പറയുന്നത് അതുപോലെ ഒരു ബ്രേക്കിംഗ് ടെക്നോളജി. അതെ. അപ്പോൾ കംപ്ലീറ്റ്, അതായത് ഏതൊരു കമ്പനി നോക്കിക്കഴിഞ്ഞാലും അതായത് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ AI എന്ത് ചെയ്തു, സ്വാധീനിച്ചു. അവന്റെ വർക്കിന്റെ നേച്ചർ മാറ്റി.
ചിലരുടെ ജോലി തന്നെ മാറ്റി. ഓക്കെ, ചില കമ്പനീസിന്റെ ഓപ്പറേഷൻ, നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ എന്തെല്ലാം ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ എത്രത്തോളം വ്യത്യാസം വന്നു. നമ്മളിപ്പോൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, മാറ്റി. അതിപ്പോൾ കോഡിങ്ങിന്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരും. ഇനി അടുത്തിപ്പോൾ ഫിസിക്കൽ AI വരുമ്പോൾ ഇതേപോലെയാണ്, ഒരു ബ്രേക്കിംഗ് ചേഞ്ച് ആണ്. ആ ചേഞ്ചിലൂടെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തായാലും ചേഞ്ച് ആവും. അത് കഴിഞ്ഞ്, അതായത് ഫിസിക്കൽ AI കഴിഞ്ഞ് എന്ത് വരുമെന്നാണ് വിചാരിക്കണേ? ഫിസിക്കൽ AI വരെയാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉള്ളത്. അതിന് ശേഷം വരുന്നത് ചിലപ്പം അതിനെക്കാട്ട് നമുക്ക് എന്താ തിങ്ക് ചെയ്യാൻ പറ്റുന്നതിലും വലിയൊരു എക്സ്റ്റെന്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ബ്രെയിൻ ചിപ്പിനെ കുറിച്ചിട്ട് എന്ത് തോന്നുന്നു? ബ്രെയിൻ ചിപ്പ് വരുമോ ഇനി പിന്നെ അടുത്ത്? നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ടെക്നോളജി അത്രയും ഫാസ്റ്റ് റിവോൾവിംഗ് ആണ്. അപ്പം എന്തും വരാം. ഇപ്പൊ കുറെ പേര് അതിനു വേണ്ടി എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ട്. കുറെ കമ്പനീസ് അതിനു വേണ്ടി കോർ വർക്ക്, അതൊരു core ന്യൂറാലിങ്ക് concept പോലുള്ള ആക്കി. കമ്പനി, ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് പോലുള്ള കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കാണുന്നത് ഇനി ഒരു അടുത്തൊരു 2 ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫിസിക്കൽ AI ആയിരിക്കും, അത് കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ചിപ്പിന്റെ ഒരു സിസ്റ്റം. അതായത് നമുക്ക് നോളജ് എന്ന് പറയുന്നത് ഇപ്പൊ നോളജ് നമ്മൾ ചോദിച്ചാൽ കിട്ടുമെങ്കിൽ, മറ്റേ നോളജ് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഇപ്പൊ എനിക്ക് അറിയേണ്ടത് ഒരു chat GPT നമ്മളെ തലയിൽ പിടിപ്പിക്കുന്നു. തലയിൽ പിടിപ്പിക്കുക. അപ്പൊ പിന്നെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ അല്ല, നമ്മുടെ ബ്രെയിനുള്ളിൽ തന്നെ ഉള്ളൊരു പാർട്ടായിട്ട് മാറ്റാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൂടി ഇന്നിപ്പോ വരുമ്പോൾ നമ്മള് കുറെ റീൽസ് ഫണ്ടിൽ കാണുന്നുണ്ട്. ലൈക്ക് എന്ത് ചെയ്യണമെങ്കിലും ചാറ്റ് ജിപിറ്റിനോട് ചോദിച്ച് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നമ്മളെന്താ മൊത്തത്തിലൊരു എന്താ ഡിജിറ്റലൈസ്ഡ് ആയി പോകും നമ്മുടെ ബോഡി എല്ലാം. അതെ. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സൂപ്പർ ഹ്യൂമൻ ലെവലിലേക്ക് നമ്മൾ എത്തുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഉള്ള ലിമിറ്റ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. അതെ, നമ്മുടെ ലിമിറ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ അസ്വാന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അസ്വാൻ കുറേയധികം അവാർഡ്സ് ഇപ്പോൾ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു എക്സ്പീരിയൻസ്? അത് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്റെ പ്യുവർ ലിങ്ക് ഞാൻ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള ജേർണി എല്ലാം വെച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് എഴുതിയത്. അപ്പം അത് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്യും. അതിൽ നിന്നിട്ട് യങ്ങസ്റ്റ് ഓട്ടോബയോഗ്രാഫർ എന്നുള്ള ടൈറ്റിലിന് എനിക്ക് ബുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഫീച്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലേ? എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ? ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബുക്ക് എഴുതുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രായത്തിൽ ഒരു ബുക്ക് എഴുതുക എന്നുള്ളത് നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഇൻസ്പിറേഷൻ? ആരൊക്കെയായിരുന്നു ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യിപ്പിച്ച ആളുകൾ? ഓക്കെ, അപ്പം എൻ്റെ ലൈഫിൽ ഇപ്പം ഈ സ്റ്റാർട്ടപ്പ് ജേർണി തുടങ്ങിയത് മുതൽ, എൻ്റെ സ്റ്റാർട്ടപ്പ് ജേർണി തുടങ്ങി വന്ന ഹാക്കത്തോണിൽ വെച്ചിട്ട് ആദിൽ ഖാൻ്റെ ആ ഒരു ഗ്രോലിസ്റ്റിൽ ആദിൽ ഖാൻ്റെ ആ ഒരു സ്പീച്ച് കേട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ വന്നത്. ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യണം, എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഈ സൊസൈറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം അവിടെ മുതൽ പിന്നെ അങ്ങോട്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം പഠിക്കാൻ, ടെക്നോളജിയിൽ എന്നെ എപ്പോഴും ഞാൻ എന്താ വണ്ടറടിച്ച് നിന്നിട്ടുള്ള ഒരാള് മഹാദേവേട്ടനാണ്. അപ്പം പുള്ളിക്കാരൻ ഓരോ ടെക്നോളജികളെ പറ്റി പഠിക്കുന്നു. ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിച്ചു, പിന്നെ റോബോട്ടിക്സിൽ മാസ്റ്റർ ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പുള്ളിക്കാരൻ പഠിക്കുന്നത് വളരെ വലിയൊരു പോയിന്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ഇൻസ്പിറേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ആയാലും നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഏതോ ഒരാൾ നമുക്ക് അറിയാത്ത, നമുക്ക് സക്കർബർഗും ഇലോൺ മസ്കും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അബ്ദുൽ കലാം സാറ്, ഇന്നയാളെന്ന് പറഞ്ഞ് നമുക്കറിയില്ല, നമ്മളവിടെ പേര് കേട്ടിട്ടേ ഉള്ളൂ, അത് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളെക്കാൾ സ്കില്ലുള്ള ഒരാളാണ് ശരിക്കും നമ്മൾ ഇൻസ്പയർഡ് ആവുന്നത്. കാരണം അപ്പം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇലോൺ മസ്കിനെ റിലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ലിമിറ്റഡ് നോളജ് മാത്രമേ ഉള്ളൂ. പുള്ളി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള അറിയില്ല. മറ്റത് അങ്ങനെയല്ല. കാരണം നമുക്കിപ്പോ മഹാദേവിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റിലേറ്റബിൾ ആണ്, നമുക്ക് അറിയാൻ പറ്റും അവരുടെ ജേർണി എങ്ങനെയൊക്കെയായിരുന്നു. എന്റെ എല്ലാം പ്രായത്തിൽ കൂടി കഴിഞ്ഞു പോയ നിങ്ങളെക്കാളും ഒരു 3 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് എന്റെ എല്ലാം ആ ഒരു പ്രായത്തിലും അടുത്തുള്ള ഒരാളും കൂടിയാണല്ലോ മഹാദേവ്. അങ്ങനെ ടെക്നോളജിയില് അതേപോലെ യാസിർ ബുക്ക്, നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്ത ആള് യാസിർ ആണ്. അപ്പം അതെല്ലാം എനിക്ക് ബുക്ക് എഴുതാനും എൻ്റെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാനും എല്ലാം ഉള്ള ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്നത്. അപ്പം ഇപ്പൊ ആൾക്കാർ എന്നെ ഇൻസ്പയർ ആവുന്നത് കാണുമ്പോൾ എനിക്കും അതിൽ സന്തോഷമുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് അതേപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് ഞാൻ എന്തോ അവർക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർക്കും കൂടി യൂസ്ഫുൾ ആണ് എന്നുള്ളൊരു തോട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചോദ്യമാണല്ലോ, അതായത് കുട്ടികളുടെ ഫോൺ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ എന്താണ്, ഒരു ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, അതല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു വൈബിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്
നിങ്ങൾ ലൈഫിനെ നോക്കിക്കാണുന്നത്. അപ്പം ഈ ഒരു പേഴ്സ്പെക്റ്റീവ്, അതായത് ജെൻസി പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ജെൻസി അല്ല. ഓക്കെ, അതായത് ടിപ്പിക്കൽ ജെൻസി എന്ന് പറയപ്പെടുന്ന നമ്മളെങ്ങനെയാണ് സോക്കോൾഡ് നമ്മളൊരു ജെൻസി എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടില്ലേ, അതല്ല നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങളത് ഈ ഒരു കാഴ്ചപ്പാടിനെ കാണുന്നത്? അതായത് ഇപ്പം ലഹരിയുടെ കാര്യമായി കഴിഞ്ഞാലും അത് അങ്ങനെ കുറെ പറയുന്നു. അതുപോലെ ടെക്നോളജിയുടെ ദുരുപയോഗം, അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ലൈഫിൽ അത്ര പോസിറ്റീവ് അല്ല എന്നുള്ള രീതി വളരെ പാരന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ഫുൾ ടൈം ഫോണിലാണ് എന്നുള്ളതിനെ പേടിക്കുന്നുണ്ട്. അതിന്റെ ഒരു അജ്വാന്റെ ഒരു ടേക്ക് എന്താണ്? ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു ടെക്നോളജിനുള്ള പേടി കുറെ പേർക്ക് മാറി വരുന്നുണ്ട്. കാരണം അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ടെക്നോളജിയാണ് ഈ ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും. സംഭവം ഫസ്റ്റ് എല്ലാം എനിക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ആദ്യം ഈ ഗൂഗിൾ പേ എല്ലാം ഇറങ്ങിയ സമയം ഗൂഗിൾ പേ യൂസ് ചെയ്ത് പേ ചെയ്യാൻ വേണ്ടി കുറെ പേർക്ക് പേടിയായിരുന്നു. ലൈക്ക് അത് തട്ടിപ്പാവോ, അതിൽ ത്രൂ പൈസ പോവാൻ ചാൻസ് ഉണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസ മൊത്തം പോകുന്നുള്ള പേടി കുറെ പേർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഏതൊരാളുടെ കയ്യിലും ഗൂഗിൾ പേ ഇല്ലാത്ത ഫോണുകൾ ഇല്ല. ഇപ്പം എല്ലാവരുടെ അക്കൗണ്ടുകളും ഗൂഗിൾ പേ ആയിട്ട് കണക്റ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒരു ദിവസം നടക്കുന്നത് ഗൂഗിൾ പേ ത്രൂ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇപ്പം പൊതുവേ കുറവാണ്. അപ്പം അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് അവരൊന്ന് പേടിക്കും, പിന്നെ അത് അവരെ ചുറ്റുപാട് മാറ്റുന്നത് കണ്ട് അവർ അത് യൂസ് ചെയ്ത് തുടങ്ങും. പിന്നെ അവർ മനസ്സിലാക്കും ഇതേപോലെ അത് അവർക്കും ഗുണം ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടേ അവര് ആ ഒരു ട്രാക്കിലോട്ട് വരത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? അതായത് നിങ്ങൾ എങ്ങനെയായിരിക്കണം കരിയർ ഷേപ്പ് ചെയ്യേണ്ടത്? ഇപ്പോൾ അസ്വാനെ സംബന്ധിച്ചിടത്തോളം കരിയറിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട്, എങ്ങനെ ഒരു ക്ലിയർ പാത്ത് ഓൾറെഡി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. +2 വരെ എങ്ങനെയായിരിക്കണം, അത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യം. അതുപോലെ ഇനി വരാനിരിക്കുന്ന ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരന്റോ അല്ലെങ്കിൽ ടീച്ചറോ ആയിരിക്കുമല്ലോ നമ്മുടെ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയാണ് ഒരു കരിയർ എന്താകണം എന്ന് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇപ്പോഴും ആ ഒരു ലോങ്ങർ എക്സ്റ്റെൻഡിലോട്ടുള്ള ഒരു ഐഡിയ ഇല്ല എനിക്ക്. നമുക്കൊരു എന്താ പറയാ, കുറെ പേരിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ കേൾക്കുമ്പോഴും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങളിപ്പം ലോങ് റണ്ണിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഓരോ സ്റ്റെപ്പുകളും അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത്, ഇതാവണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത് വരാനിരിക്കുന്ന ഒരു കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്? എങ്ങനെയായിരിക്കണം അവരിപ്പോൾ ഈ ഒരു ടെക്നോളജിയും ഈ ഒരു മാറുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം പഠിക്കുക? സംഭവം എന്ന് വെച്ചാൽ അവര് പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ സ്കില്ലുകളും കൂടി അതിന്റെ ഒപ്പം തന്നെ വളർത്തിയെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ നമുക്ക് സ്കൂളിലും എല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒതുങ്ങിപ്പോണേ നമ്മളുടെ ആ ഒരു എക്സ്പോഷർ. പക്ഷെ നമ്മൾ യൂട്യൂബിൽ നമ്മളിപ്പം വേറെ എന്തെങ്കിലും കോമഡി കണ്ടന്റ്സ് കാണുന്നതിന് പകരം അതിൽ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ്, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ. ഞാൻ പറയത്തില്ല ഒരിക്കലും ടെക്നോളജി മാത്രം പഠിക്കുക, ടെക്നോളജി മാത്രമാണ് ഫ്യൂച്ചർ. ചിലവർക്ക് വരയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മുടെ പാരന്റ്സും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ 10 സബ്ജക്റ്റ് ഉണ്ട്, ഇതിൽ 1ഓ 2ഓ സബ്ജക്റ്റിലേക്ക് വെച്ച് പുറകിലേക്ക് പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആയിരിക്കും, ഹിസ്റ്ററി കാണാതെ പഠിച്ചാൽ മനസ്സിൽ കയറാത്ത എത്രയോ കുട്ടികളുണ്ടാവും. പക്ഷെ അവർ മാത്തമാറ്റിക്സിൽ പ്രോബ്ലം സോൾവിങ്ങിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം കുട്ടികളെ, അപ്പോൾ മാത്സ് ആണെങ്കിൽ ഓക്കെ, മാത്സിന് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയുണ്ട് ഓപ്ഷൻസ്. അപ്പോൾ ഈ മാത്സിൽ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുന്ന കുട്ടികളായിരിക്കും കൂടുതലായിട്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലേക്ക് വരേണ്ടവർ. ഒരിക്കലും കാണാതെ പഠിക്കുന്നവർ അവിടെ വന്ന്, അതായത് ഇപ്പോൾ നന്നായിട്ട് ഹിസ്റ്ററിയെ കുറിച്ചിട്ട് നന്നായിട്ട് കാണാതെ പഠിക്കാൻ അറിയുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഓർമ്മശക്തിയാണ് അവൻ്റെ ഒരു കീ എങ്കിൽ അവർക്ക് ചിലപ്പോൾ കോഡിംഗ് എന്നുള്ളത് ഭയങ്കര ഒരു സ്യൂട്ട് ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവില്ല. പക്ഷെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ കരിയറിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാവരും അതിന് അവെയർ ആവേണ്ട ഒരു കാലം കൂടിയാണ്. കാരണം ഇപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ലഹരി എന്നൊക്കെ പറഞ്ഞ് പാരന്റ്സ് ഇങ്ങനെ ടെൻസ്ഡ് ആവുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലഹരി അവരുടെ പാഷനാണ്, അവരുടെ സ്കില്ലാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതത്തെ കുറിച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാത്തതാണ് പ്രശ്നം. അതായത് കാരണം അവൻ എന്നും ബോറിംഗ് ആയിട്ടുള്ള ഒരു റുട്ടീനിലൂടെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അവരുടെ ബ്രെയിൻ ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കും. ആ അഗ്രസീവ്നെസ് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അവര് ചെയ്യുന്നില്ല. ഞാൻ ഈ ഇടയ്ക്കൊരു റീല് കണ്ടു, ഇങ്ങനെ ഒരു ഹൈപ്പർ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കൊച്ചിന് ക്ലേ പോട്ട്, ഈ ക്ലേ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് പോട്ടറി പഠിപ്പിക്കുന്നു അമ്മ പോട്ടറി. കാരണം ആ കൊച്ചിന്റെ ഇൻട്രസ്റ്റ്, ലൈക്ക് അതിനെന്തേലും ആ ഒരു അഗ്രസീവ്നെസ് മാറ്റാൻ എന്തെങ്കിലും ഒരു സോഴ്സ് വേണം. അപ്പൊ വേറെ ഒന്നിലോട്ട് ഡൈവേർട്ടായി പോവാതെ ആ ക്ലേ പോട്ടറി ആ ഒരു സംഭവത്തിൽ തന്നെ ആ ഫുൾ കോൺസെൻട്രേഷൻ കൊണ്ടുവന്ന് നിർത്തുന്നത്. അങ്ങനത്തെ പാരന്റ്സ് ആണ് ഭാവി
ഓൺടർപ്രണേഴ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഭാവിയിൽ സക്സസ്ഫുൾ ആവാൻ പോകുന്ന ആൾക്കാരെ ആണെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും. അതെ അതെ, നമുക്കിനി വേണ്ടത് ശരിക്കും പ്രോബ്ലം സോൾവേഴ്സിനെയാണ്, പ്രോബ്ലം ക്രിയേറ്റേഴ്സിനെ അല്ല. അപ്പോൾ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ അതാണ് നമ്മളിങ്ങനെ പറയുന്നത്, ഓക്കെ ലഹരി ഉപയോഗിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി, അതല്ലെങ്കിൽ അവിടെ ഫോണിൽ കളിച്ചിട്ട് അവിടെ ഇത്ര ഗെയിം കളിച്ച് അങ്ങനെ ഇത്ര കുറേ കാശ് പോയി എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്കിനി ഭാവിയിൽ വേണ്ടത് പ്രോബ്ലം സോൾവേഴ്സിനെ വരണമെങ്കിൽ അവർക്ക് സൊല്യൂഷൻസിനെ കുറിച്ചിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കണം. അതായത് എങ്ങനെ സൊല്യൂഷൻ മേക്ക് ചെയ്യാം എന്നുള്ള വഴി കാണിച്ചു കൊടുക്കണം. അവിടെ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഈ ഓരോ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാൻ, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ അതിനെ എൻകറേജ് ചെയ്യണം. അതായത് ഇവർ തോറ്റു പോകുമോ എന്നുള്ള പേടിയുള്ള കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്ത് തോൽക്കാൻ പഠിപ്പിക്കണം. അവർ 1-2 തവണ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരിക്കലും സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ആദ്യത്തെ തവണ വിജയിക്കുകയല്ല, പകരം അതിൽ നിന്ന് നിങ്ങൾക്കുള്ള നഷ്ടങ്ങൾ കുറവായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ വലിയൊരു ഇപ്പോൾ പ്യുവർ ലിങ്കിന്റെ കാര്യം തന്നെ എടുത്ത്, പ്യുവർ ലിങ്കിൽ നമ്മളെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ലക്ഷങ്ങളോ കോടികളുടെയോ അങ്ങനെ പൈസയുടെ നഷ്ടമല്ല, നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈവൻ എന്ത് ചെയ്തു, ഒരു സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സ്കെയിൽ ആയില്ലെങ്കിൽ കിട്ടിയ എക്സ്പീരിയൻസ് അത് വേറെ ഒന്നിലും നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന സംഭവമല്ല. കാരണം ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, അതായത് അന്ന് കിൻഡർ ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്തപ്പം ആ നേഴ്സുമാരുടെ സജഷനിലൂടെ പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അത് ചെയ്തത് കൊണ്ട് മാത്രം കിട്ടിയ കാര്യമാണ്. അല്ലാതെ ഒരിക്കലും ഒരു നേഴ്സ് വന്ന് ഇങ്ങനെ ചെയ്യാൻ എന്നൊരിക്കലും ഒരാളൊന്നും പറയില്ല. അവിടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് പ്രസന്റ് ചെയ്യാനും അതൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അതെന്താണ് അതിലേക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് അറിയാനും പറ്റും. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മാക്സിമം നമുക്ക് എല്ലാത്തിനെയും പറ്റി ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ക്ലാരിറ്റി വേണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ചെയ്ത് വരെ ആ ക്ലാരിറ്റി നമുക്ക് ബിൽഡായി വരത്തുള്ളൂ. ഫസ്റ്റ് തന്നെ എല്ലാത്തിലും ക്ലാരിറ്റി വരുത്തിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ഉള്ള കാര്യമല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിൽ നിൽക്കുക, തുടങ്ങിയ കാര്യത്തിൽ നമ്മൾ നിൽക്കുക, അത് പതുക്കെ നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരിക. അല്ലാതെ ഫസ്റ്റ് ക്ലാരിറ്റി വരുത്തി പിന്നെ നമ്മളതെല്ലാം ചെയ്യും എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും തുടങ്ങാൻ കഴിയത്തില്ല. കാരണം ഏതൊരു ടോപ്പിക് എടുത്താലും അത് കുറെ ഏരിയ കവർ ചെയ്താൽ മാത്രമാണ് അതിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് വരത്തുള്ളൂ. കുറെ ചെയ്ത് നോക്കുമ്പോൾ വരുന്നതാണ് പിന്നെ ക്ലാരിറ്റി. നമ്മൾ ചെയ്യാൻ ഈ പറയുന്ന പോലെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫെയിൽ ആവും. അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി തീർച്ചയായിട്ടും, അതായത് പെട്ടെന്ന് പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്. അതുപോലെ അതായത് ഒരു കാര്യം ഇപ്പം ഞാൻ പിടിച്ച മൊബൈലിന് 3 മുമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഓൺട്രപ്രണർഷിപ്പിൽ പ്രത്യേകിച്ച്, സ്പെഷ്യലി ഓൺട്രപ്രണർഷിപ്പിൽ ഞാൻ ഇന്ന് പറഞ്ഞു, നാളെ ഒരു ടെക്നോളജി വരുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ പ്രൊഡക്റ്റ് നാളെ ഇന്ന് ഞാൻ വാലിഡേറ്റ് ചെയ്തപ്പോൾ ഇത് ഓക്കെ, പക്ഷെ നാളെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് പിവറ്റിംഗ് നടത്താനുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ, അത് തീർച്ചയായിട്ടും ഓപ്പൺ മൈൻഡഡ് ആവുക എന്നുള്ളതും, എന്തെങ്കിലും കോൺസിക്വൻസസ് കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഐഡിയ പിവറ്റ് ചെയ്യുക, നമ്മളെ സ്ട്രാറ്റജീസ് മാറ്റുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഈ ടെക്നോളജി എല്ലാം പഠിച്ചു. എന്നെ സംബന്ധിച്ച് ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ടെക്നോളജീനെ പറ്റി പഠിച്ചു, ഇൻഡെപ്ത് പഠിച്ചു, ഞാൻ വെബ്സൈറ്റ് എല്ലാം നമ്മുടെ പ്യുവർ ലിങ്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് പീരീഡിൽ ഞാൻ ഫേസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ പിച്ച് ഡെക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ CEO CMO CTO ഇതിനൊന്നും ഫുൾ ഫോം പോലും അറിയില്ല. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് തുടങ്ങണം, എൻ്റെ പേര് പറയണത്, കമ്പനീൻ്റെ ഡീറ്റെയിൽസ് പറയണോ, ഫസ്റ്റ് എപ്പോൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനീൻ്റെ ബിസിനസ് ലൈക്ക് അതിൻ്റെ പ്രൊപ്പഗണ്ട ഞാൻ എപ്പോൾ പറയണം എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അപ്പം പിന്നീട് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടു. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു സാധനം ബിൽഡ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊന്നും യൂസ് ചെയ്യത്തില്ല, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു സ്കില്ലും കൂടി ഇതിനോടൊപ്പം തന്നെ കൊണ്ടുവരിക. ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നമ്മളത് എങ്ങനെയാണ് സോൾവ് ചെയ്യണം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഒരു ബിസിനസ് മോഡൽ എന്താണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പം അതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. അതെ, നമ്മളൊരിക്കലും നമ്മൾ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ മറ്റുള്ളവരിലേക്ക് എത്തില്ല. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇപ്പോൾ പിന്നെ റീൽസിലൂടെയും ഷോർട്സിലൂടെയും യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെയാണ് നമ്മളെ മറ്റുള്ളവർ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ക്യാമറയുടെ മുന്നിൽ നിൽക്കുക, അതല്ലെങ്കിൽ ഒരു സ്റ്റേജിന് മുന്നിൽ നിൽക്കുക, അതിപ്പോൾ 2000 പേരുടെ സ്റ്റേജ് ആവാം, ചിലപ്പോൾ ഒരു 5 പേരുടെ സ്റ്റേജ് ആവാം, അവരുടെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു സ്കിൽ തന്നെയാണ്. അത് നമ്മൾ ഇതിനോടൊപ്പം, അതായത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോബ്ലം സോൾവർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ഇപ്പോൾ അസ്മാനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു ഫൈനൽ എന്നൊരു വേർഡിക്റ്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബ്ലം ക്രിയേറ്റേഴ്സിനേക്കാൾ
പ്രോബ്ലം സോൾവേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് പ്രോബ്ലം സോൾവേഴ്സ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.